കേരളക്കരയുടെ ജനകീയ വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ഏറെ പ്രത്യേകിച്ച് തൃശ്ശൂർ, എറണാകുളം ജില്ലയിലെ ഓരോ ദേവാലയങ്ങളിലും ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ജാതി മതഭേദമന്യേ നമ്മളുടെ ഒക്കെ ഭവനങ്ങളിലേക്ക് വിശുദ്ധന്റെ പ്രത്യേകമായ സാന്നിധ്യത്തിന്റെ പ്രതീകമായി അമ്പുകൾ ഇങ്ങനെ കയറിയിറങ്ങാറുണ്ട്. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാഘോഷമാണ് ഈ അമ്പ് തിരുനാൾ. ഈ ചെറിയൊരു സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ അമ്പിൻ്റെ രൂപവുമായിട്ട് വീടുകളിലൂടെ കയറി ഇറങ്ങുന്നതിൻ്റെ ആവശ്യകത എന്താണ്? നമ്മുടെയൊക്കെ ഭവനങ്ങളിലൂടെ അമ്പ് ചെണ്ടയൊക്കെ കൊട്ടി കടന്നു വരുമ്പോൾ ആ അമ്പിൻ്റെ പിന്നാലെ പോകാനായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ മടിയുമില്ല. അന്ന് മാത്രമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലുള്ളവർ ഇവൻ എവിടെയാണ് എന്ന് അന്വേഷിക്കാതെ പുറത്തേക്ക് സ്വതന്ത്രമായിട്ട് വിടുന്നത്. കാരണം ഇവൻ ഏതെങ്കിലും അമ്പിൻ്റെ പിന്നാലെ ഉണ്ടാകുമെന്ന് അവർക്ക് ബോധ്യമായിരുന്നു. അങ്ങനെ അമ്പിൻ്റെ പിന്നാലെ പോയി സകല വീടുകളിലൂടെയും കയറി ഇറങ്ങി ആ വീടുകളിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഈ ചെണ്ടകൊട്ടുകാർക്കും മറ്റു കൊടപിടിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരിയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഒരുപാട് കുട്ടികൾ ഈ അമ്പിൻ്റെ പിന്നാലെ പോകുമായിരുന്നു. അതുകൊണ്ട് അമ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അത് ഐക്യത്തിൻ്റെ ദൈവീക കൃപയുടെ ഒരു നിമിഷം കൂടെയാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ അമ്പ് ഓരോ ഭവനങ്ങളിലൂടെയും അതിങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഓരോ ഭവനങ്ങളെയും ഓരോ മുത്തുകളാക്കി അത് തൻ്റെ മാലയോടിങ്ങനെ ചേർത്ത് വെച്ച് അവസാനം ഇത് ദൈവാലയത്തിലേക്ക് തിരിച്ചു വന്ന് ഇതിൻ്റെ രണ്ട് അറ്റവും ബലിപീഠമാകുന്ന ലോക്കറ്റിലേക്ക് ചേർത്ത് കെട്ടി ഇത് സുന്ദരമായ ഒരു മുത്തുമാലയായിട്ട് രൂപപ്പെടുമ്പോൾ ഇത് നമുക്ക് നൽകുന്ന വലിയൊരു വിശ്വാസ സത്യമുണ്ട്. ഈ അമ്പ് തിരുനാൾ, ഈ അമ്പ് പ്രദക്ഷിണം, നമ്മുടെ ഭവനങ്ങളിലൂടെയുള്ള അമ്പിൻ്റെ കടന്നുവരവ് നമ്മളെ ഓരോരുത്തരെയും ദൈവാലയത്തിലെ ബലിപീഠത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ച് കെട്ടുകയാണ്. ഒരു ഭവനത്തിലൂടെ ഒരു അമ്പ് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ വെറുതെ ഒരു ലോഹ കഷണത്തിൻ്റെ കടന്നുവരവായിട്ടല്ല നാം ഓരോരുത്തരും കാണുന്നത്, മറിച്ച് വിശുദ്ധൻ്റെ പ്രതീകമാണ്. ഈ വിശുദ്ധൻ്റെ പ്രതീകം കടന്നു വരുന്നത് വെറുതെ ഒരു ആഘോഷമായിട്ടല്ല, മറിച്ച് അയൽപ്പക്കങ്ങളോടുള്ള ബന്ധത്തെ ദൃഢീകരിക്കാൻ, എനിക്ക് എൻ്റെ ദൈവാലയത്തോടുള്ള ബന്ധത്തെ കുറച്ചും കൂടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ അമ്പ് നമ്മളുടെ ഭവനങ്ങളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. അങ്ങനെ ആത്മീയമായ ഒരു മുത്തുമാലയുടെ പ്രതീകമായി ഈ അമ്പിൻ്റെ പ്രയാണത്തെ ദർശിക്കാൻ സാധിച്ചാൽ ഓരോ ഇടവകയിലെ മക്കളെയും ഓരോ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും ദൈവാലയത്തോടും പരസ്പരവുമായി ചേർത്ത് നിർത്തുവാൻ വേണ്ടി വിശുദ്ധൻ നടത്തുന്ന ഒരു പ്രയാണമാണ് ഈ അമ്പ് പ്രദക്ഷിണം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, ഇതിന് ഒരർത്ഥമുണ്ട്, ഇതിനൊരു ആത്മീയ തലമുണ്ട്. ആ ഒരു ആത്മീയ തലത്തിൽ ഇതിനെ കാണാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.